ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും, ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി, ഈ വർഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമോ, ഇതിനെ തുടർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു AZB അക്കാഡമി. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അവസാനമായിട്ട് കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നത് 2021. കാറ്റഗറി നമ്പർ 609/2021. ഇനി ഇത് 2021 വന്നുവെങ്കിലും ഗസറ്റഡ് ലേസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ 15, 2021 ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുണ്ടായിരുന്ന അവസാന തീയതി കൃത്യം ഒരു മാസമായിരുന്നു. അതായത് 19 ജനുവരി 19, 2022 അപ്പോൾ അങ്ങനെ 2022 നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് 2024 ആയപ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം റാങ്ക് ലിസ്റ്റ് വന്നത് ഏത് ദിവസമാണ്? 2024, അതായത് 12/1/2024 നോക്കിക്കേ, 12/1/2024. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് 2 വർഷമായിരുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള എക്സാമും അതുപോലെ എല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റൊക്കെ ഇടാനായിട്ട് PSCക്ക് എടുത്തിരുന്ന ടൈം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നെയിം ഓഫ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LGS ആണ്. വിവിധ ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള കമ്പനീസിലേക്കും കോർപ്പറേഷൻ ബോർഡിലേക്കുമായിരുന്നു. ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് എന്നുള്ള പേരിലാണ് നമ്മൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി കോർപ്പറേഷൻ ബോർഡിന് അണ്ടറിലായതുകൊണ്ട് തന്നെ പല കമ്പനീസിനും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലറീസ് ആയിരിക്കും. ചിലതിൽ കൂടുതലുണ്ടാകാം, ചിലതിൽ കുറവുണ്ടാകാം. അങ്ങനെ വേരിയസ് കമ്പനീസ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മളിവിടെ പറഞ്ഞ പോലെ എന്നായിരുന്നു, 12/1/2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതാണ്. ഇനി നമുക്കറിയാം ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷത്തോളമാണ്. ഓക്കെ, അപ്പം 12/1/2027 എന്ത് വേണം, ഇതിന് പുതിയ റാങ്ക് ലിസ്റ്റ് കാലാവധി മുന്നിൽ വരണം, അല്ലെ, പുതിയ ന്യൂ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ ഇതിന് എപ്പോൾ നോട്ടിഫിക്കേഷൻ വരണം, എപ്പോൾ എക്സാം നടക്കണം? അപ്പോൾ ഈ വർഷം ഡിസംബർ, അല്ലേ, 2025 ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 2025 ആകുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് ഇതിൻ്റെ എക്സാം എല്ലാം നടത്തി നമുക്ക് 2027, 2026, 2027 അല്ലേ, പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ എന്താണ്, നമുക്ക് ഈ വർഷം തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു സംശയം നിങ്ങൾക്ക് ഏജ് ലിമിറ്റാണ്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ലാസ്റ്റ് ഇയറിൻ്റെയാണ്, അതായത് 2021 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നത്. നോർമൽ PSCക്ക് 18 വയസ്സിനും 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് 2025 നിങ്ങൾക്ക് 18 വയസ്സായിട്ടുണ്ടോ, നിങ്ങൾക്കതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2025 36 വയസ്സാണോ എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്കൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിക്കാണ് പറഞ്ഞത്, OBCക്ക് 39 വയസ്സും SC STക്ക് എന്താണ് 5 വർഷത്തെ റിലാക്സേഷനും ഏജ് റിലാക്സേഷനും ഉണ്ട്. അപ്പോൾ എത്ര വരും, 36, 37, 38, 41 വയസ്സാകുമ്പം നിങ്ങൾക്ക് SC STക്കാർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ഡൗട്ടായിട്ടുള്ള കാര്യമാണ് ഇന്ന ഏജ് ഇന്ന അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഈ വർഷം നിങ്ങൾക്ക് 39 വയസ്സായോ, ഡിസംബർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 30 കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 40ലേക്ക് പോയി കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ പറ്റില്ല. 39 വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. പിന്നെ നമുക്ക് വരുന്നൊരു ഡൗട്ടാണ് ക്വാളിഫിക്കേഷൻ എന്താണ്. സാധാരണ നമുക്കറിയാം ഒരു LGS പരീക്ഷയ്ക്ക് നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ക്ലാസ് ആണ്, അല്ലേ, നിങ്ങൾ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ കമ്പനി ബോർഡ് LGSനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലേ. അപ്പോൾ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ കീഴിലേക്ക് വിളിക്കുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവരാണോ ഇതിന് അപേക്ഷിക്കാം, ഡിഗ്രിക്കാർക്ക് ഇത് അപേക്ഷിക്കാം.
+2 ഉണ്ടോ? യെസ്. ഇനി PG ഉണ്ടോ? യെസ്. ഡെഫിനറ്റ്ലി എന്താണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കുറേ പരീക്ഷയ്ക്ക് എഴുതി നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റിലൊന്നും വരുന്നില്ല എന്നുള്ള രീതിയിൽ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ച് നിർത്തിയതിൽ നിന്ന് തന്നെ, അതായത് ഇനി ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കണ്ട, ഈ വർഷം തന്നെ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, ബെവ്കോ വരുന്നുണ്ട്, കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്, തുടങ്ങിയ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇതിനെല്ലാം ചേർന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റുന്നതാണ്. ഇപ്പോഴേ മുതൽ തുടങ്ങണം. പിന്നെ ഡിഗ്രി ലെവലുള്ള ആളുകൾ എഴുതുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ്, കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, കട്ട് ഓഫ് കൂടും. എക്സാം എളുപ്പമായി കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും, എക്സാം ടഫായി കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറയും. മാത്രമല്ല ഇത് സ്റ്റേറ്റ് ലെവലായിട്ട് നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്, മത്സരം കടുപ്പിക്കും. പക്ഷേ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഒരു നോട്ടിഫിക്കേഷനാണ്, ഒരു വേക്കൻസി ആണ് ഉള്ളെങ്കിൽ ആ ഒരു വേക്കൻസി മതി നമുക്ക്. ഒരെണ്ണം ഉണ്ടല്ലോ, അത് പഠിച്ച് നമുക്ക് നേടാം, എനിക്കുള്ളതാണെന്നുള്ള രീതിയിൽ ദൃഢമായ നിശ്ചയം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പല കാര്യങ്ങൾ തട്ടി നമ്മൾ വീഴും. നമ്മളൊരു ഫിലിമിൽ പറയും പോലെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ തട്ടി വീഴുന്നത് വലിയ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് വിഷമിച്ച് കരഞ്ഞ്, അല്ലെങ്കിൽ അത് ഓർത്തിരിക്കാനാണെങ്കിൽ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ ഇല്ലാതെയാക്കുന്നത്. നമ്മുടെ ബോഡിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഡേ പോവുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ജോജു ജോസഫ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, സ്വിച്ച് ഇട്ടാൽ കത്താൻ നിൽക്കുന്ന മറ്റൊരാൾ സ്വിച്ച് ഇടുമ്പോൾ അതിനനുസരിച്ച് കത്താൻ നിൽക്കരുത്. നിങ്ങൾക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കത്തണോ വേണ്ടോ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതുപോലെ പഠനം ഇപ്പോഴേ മുതൽ ഉഷാറായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ കൂടെ എന്തിനും കൂടെ HZB അക്കാഡമി ഉണ്ടാകുന്നതാണ്. നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഫീസ് വരുന്നത് 3000 രൂപയാണ്. നിങ്ങൾക്ക് കൃത്യമായ സ്റ്റഡി പ്ലാൻ, ഒരു ദിവസം നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തു തരുന്നുണ്ട്. ഇനി ഓരോ 5 ദിവസം കൂടുമ്പം നിങ്ങൾ ആ പഠിച്ചതിനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് ഉണ്ട്. 5, 10, 15, 20, 25 ദിവസം കൂടുമ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ. ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് മെൻറ്ററിനെ വേണോ? നിങ്ങളെ മെൻറ്റർ എന്താ, നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന മെൻറ്ററിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിക്കാൻ മടിയുള്ളവരാണോ? നിങ്ങൾക്ക് പഠിക്കാൻ നല്ല മടിയുള്ളവരാണെങ്കിൽ എക്സ്ട്രാ കെയർ കൊടുത്ത് നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സൂപ്പർ ക്വാളിറ്റി സബ്ജക്റ്റ് എക്സ്പേർട്സ് നയിക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും, എക്സാം അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ പവർ പാക്ക് ടീമായിട്ട് ലൈവ്, നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ ഒക്കെ നിങ്ങളുടെ കൂടെ നിന്ന് രാത്രി 2 മണി വരെയൊക്കെ കമ്പൈൻഡ് സ്റ്റഡിയിൽ ഒരു കൂട്ടം അധ്യാപകർ ചേർന്ന് നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുന്ന ഒരു കിടിലൻ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കമ്പനി ബോർഡ് LGS നമ്മുടെ ZBയിൽ നിങ്ങൾക്ക് കോഴ്സ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നമ്പറിലേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തതിനു ശേഷം ഡീറ്റെയിൽസ് ഒന്നിട്ട് തരണം. നിങ്ങൾക്ക് മെൻറ്ററിനെ അലോട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.